മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി പുല്ലുമേട്ടിൽ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. സുരക്ഷ ഉറപ്പാക്കാൻ 1400 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മകരജ്യോതി ദർശനം സുഗമമാക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പുല്ലുമേട്ടിൽ പൂർത്തിയായതായും ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിപുലമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെയാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട് ഒരുങ്ങുന്നത്. ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുല്ലുമേട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വണ്ടിപ്പെരിയാർ മുതൽ പുല്ലുമേട് വരെയുള്ള പാതയിൽ വിവിധ ജംഗ്ഷനുകളിലായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനായി 1400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമായ വെളിച്ചമുറപ്പാക്കുന്നതിനായി പുല്ലുമേട്, ഉപ്പുപാറ, കോഴിക്കാനം, വാമനകുളം, വള്ളക്കടവ്, ചപ്പാത്തുപാലം, കക്കിക്കവല എന്നിവിടങ്ങളിൽ പോലീസ് അസ്കാലൈറ്റുകൾ സ്ഥാപിക്കും. വനം വകുപ്പ് ഇക്കുറി പുല്ലുമേട്ടിൽ ബയോ ടോയ്ലറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കുമളി കോഴിക്കാനം റൂട്ടിൽ 60 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. തിരക്ക് വർദ്ധിച്ചാൽ നിരത്തിലിറക്കാൻ കൂടുതൽ ബസ്സുകളും KSRTC കരുതിയിട്ടുണ്ട്. കാനനപാതയിൽ വിവിധയിടങ്ങളിലായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പാക്കി. മെഡിക്കൽ സംഘങ്ങളുടെ സേവനം കാനനപാതയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലുണ്ടാകും. പുല്ലുമേട് കാനനപാതയിൽ 1 കിലോമീറ്റർ ഇടവിട്ടും മകരജ്യോതി ദർശനമാകുന്ന പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. 5 കേന്ദ്രങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ സാന്നിധ്യവും ഉണ്ടാകും. രാവിലെ 7 മണി മുതൽ 12 മണി വരെയാണ് വള്ളക്കടവിൽ നിന്ന് അയ്യപ്പ ഭക്തരെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിട്ടു തുടങ്ങുക. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി കൂടുതൽ ഭക്തർ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. ജനം, ഇടുക്കി.